സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും കാസർഗോഡ് കരിന്തളം കോളേജിലെ വ്യാജരേഖ കേസിൽ SFI മുൻ നേതാവ് കെ വിദ്യയെ മാത്രം പ്രതി ചേർത്ത് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഹോസ്റ്റൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നീലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ജൂൺ 27-നാണ് ഈ കേസിൽ കെ വിദ്യയെ നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ സംഭവം നടന്ന്, അതായത് വിദ്യ അറസ്റ്റിലായി 6 മാസത്തിനുള്ളിൽ തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. പക്ഷേ ഈ കേസിൽ വിദ്യ മാത്രമാണ് പ്രതിയായിട്ടുള്ളത്. വിദ്യയെ സഹായിച്ച ആരെക്കുറിച്ചും പരാമർശമില്ല. എന്തൊക്കെയാണ് കുറ്റപത്രത്തിലെ ഉള്ളടക്കം? തീർച്ചയായും ടോം, ഇതിൽ ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. ഇതിൽ കേസിൽ ആകെ പ്രതി വിദ്യ മാത്രമാണ്. ഇതിൽ ഇതുവരെയായും ഈ വ്യാജരേഖ ഉണ്ടാക്കിയ ഇതിന്റെ ഒറിജിനൽ സംഭവങ്ങളൊന്നും ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. താൻ ഫോണിൽ ഇത് സ്വന്തമായി ഉണ്ടാക്കി, മാത്രമല്ല വയനാട് ചുരത്തിൽ ഈ ഫോൺ ഉപേക്ഷിച്ചു എന്നാണ് വിദ്യയുടെ മൊഴി. ഈ മൊഴി അതേപടി വിശ്വസിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. വിദ്യ മാത്രമേ ഈ കുറ്റം ചെയ്തിട്ടുള്ളൂ എന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ കുറ്റപത്രം. മാത്രമല്ല, ഈ കേസ് ഇത് സമാനമായ രീതിയിൽ തന്നെയാണ് അട്ടപ്പാടിയിലും സർക്കാർ കോളേജിലേക്ക് ഇതേ വ്യാജരേഖ ഉപയോഗിച്ച് ജോലിക്ക് ശ്രമം നടത്തിയിരുന്നു. ഈ സമയത്താണ് വിദ്യ ഈ പിടിക്കപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ 1 വർഷം ഈ വ്യാജരേഖ ഉപയോഗിച്ച് കരിന്തളം സർക്കാർ കോളേജിൽ വിദ്യ ജോലി ചെയ്തു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ കുറ്റം. വ്യാജരേഖ ഉണ്ടാക്കൽ, അതുപോലെ തന്നെ വഞ്ചന തുടങ്ങിയ വകുപ്പുകളൊക്കെ ചേർത്ത് പോലീസ് കേസെടുത്തെങ്കിലും ഇതുവരെ ഇതിന്റെ ഒറിജിനൽ ഈ രേഖകൾ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ വിദ്യയെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെയുള്ളത് പോലീസിന് കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് വിദ്യ മാത്രമാണ് ഈ കേസിൽ പ്രതി എന്നാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ പറയുന്നത്. ഹോസ്റ്റൂർക്ക് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത്തരത്തിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ജൂൺ 27-നാണ് വിദ്യ അറസ്റ്റിലാകുന്നത്. അതിനുശേഷം 7 മാസത്തോളം എടുത്താണ് ഇപ്പോൾ കുറ്റപത്രം തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രം നൽകാൻ വൈകുന്നതിൽ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കുറ്റപത്രവുമായി പോലീസ് എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പോലീസ് പറഞ്ഞത് മണ്ണാർക്കാട് കോടതിയിൽ, അതായത് അഗളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അട്ടപ്പാടി സർക്കാർ കോളേജിൽ ഇത്തരത്തിൽ വ്യാജരേഖ ഉണ്ടാക്കി ജോലി നേടാൻ ശ്രമിച്ച കേസിൽ ചില രേഖകൾ തങ്ങൾക്ക് ലഭിക്കാനുണ്ട്, അതുകൊണ്ടാണ് വൈകുന്നത് എന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ സമയത്തും നേരത്തെയും അങ്ങനെ തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്തപ്പോഴും വിദ്യയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വളരെ ഈ അഗളിയിലെ കേസ് ഇതുവരെയും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. പക്ഷേ അത് ഇത്രയും ഗൗരവമുള്ള കേസല്ല. ഈ കാസർഗോട്ടെ കേസിലേക്ക് വരുമ്പോൾ അത് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അവിടെ വിദ്യ ജോലി ചെയ്യുന്നു. വളരെ ഗുരുതരമായിട്ടുള്ളൊരു കേസാണിത്. ഈ കേസിൽ മറ്റാരുടെയും സഹായമില്ല എന്ന ഈ വിദ്യയുടെ മൊഴി പോലീസ് അപ്പാടെ ശരിവെക്കുന്നു. അതായത് സ്വന്തം മൊബൈൽ ഫോണിലാണ് രേഖ ഉണ്ടാക്കിയതെന്ന വളരെ വിചിത്രമായിട്ടുള്ള വാദം. കാരണം നമുക്കറിയാം, ഒരു മൊബൈൽ ഫോണിൽ ഇത്തരം ഒരു വ്യാജരേഖ തയ്യാറാക്കാൻ കഴിയില്ല എന്ന് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പോലീസ് പക്ഷേ അതേപടി അത് വിശ്വസിച്ചുകൊണ്ട് അത് കുറ്റപത്രത്തിൽ അതേപടി എഴുതി ചേർക്കുന്ന സാഹചര്യം. ഈ സംഭവത്തിൽ ആരെങ്കിലും സംരക്ഷിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആക്ഷേപം ഉയരുന്നുണ്ടോ ബൈജു? തീർച്ചയായും ടോം, ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യക്ക് ഈ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് സാവകാശം കൊടുക്കുന്നു, അറസ്റ്റ് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒടുവിൽ ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതി ഉപാധികളുടെ ജാമ്യം അനുവദിക്കുകയും പിന്നീട് നീലേശ്വരം പോലീസിൽ കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി വിദ്യ ജാമ്യത്തിലിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാലും പോലീസ് അത്തരത്തിൽ വലിയ തോതിലുള്ള അറസ്റ്റ് ചെയ്യാനുള്ള സമ്മർദ്ദമൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വലിയ വിമർശനമാണ് ഇതിന്റെ തുടക്കത്തിൽ ഉയർന്നു വന്നത്. എന്തായാലും സജീവ SFIയുടെ പ്രവർത്തകയായിരുന്നു, അതുപോലെ തന്നെ നേതാവായും നിലയിലും പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യക്ക് തുടക്കത്തിൽ തന്നെ വലിയ തോതിലുള്ള ഈ പോലീസിൽ നിന്നുള്ള സഹായം ലഭിച്ചു എന്ന് തന്നെ വേണം പറയാം. അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ കുറ്റപത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ വിദ്യ മാത്രം പ്രതി, മറ്റാരും സഹായിച്ചിട്ടില്ല എന്ന തരത്തിലൊക്കെ ഇതിൽ പോലീസ് ഇത് കോടതിയിൽ കേസ് നിലനിൽക്കുമോ എന്ന് തന്നെ ഒരു വിമർശനം ഉയരുന്നുണ്ട്. കാരണം ഇതിന്റെ ഒറിജിനൽ കണ്ടെത്തേണ്ടതുണ്ട്, അത് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നും ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ടോം, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. വ്യാജരേഖ കേസിലാണ് SFI മുൻ നേതാവ്
കെ വിദ്യക്കെതിരെ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ വിദ്യ മാത്രമാണ് പ്രതിയെന്നാണ് കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.